ബീഹാറിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 32% പേർ ക്രിമിനൽ കേസ് പ്രതികളാണ്. അതിൽ 27% പേർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികളിൽ 40% പേർ കോടീശ്വരന്മാരാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം വീണ്ടും ചർച്ചയാവുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 3-1 പേർ ക്രിമിനൽ കേസുള്ളവരാണെന്ന് ഇലക്ഷൻ വാച്ചിന്റെ പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ആദ്യഘട്ടത്തിൽ 1314 സ്ഥാനാർത്ഥികളാണ് 121 നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ 423 സ്ഥാനാർത്ഥികൾ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമ്മതിക്കുന്നു. 354 പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരാണ്. 33 സ്ഥാനാർത്ഥികൾ കൊലക്കേസ് പ്രതികളാണ്. 86 പേർ വധശ്രമ കേസുകളിൽ വിചാരണ നേരിടുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നവരിൽ ഇടതു പാർട്ടികളാണ് മുന്നിൽ. CPI-CPIM സ്ഥാനാർത്ഥികളെല്ലാം ക്രിമിനൽ കേസ് പ്രതികളാണ്. BJPയും കോൺഗ്രസും സീറ്റ് നൽകിയവരിൽ 65% പേർ പ്രതികളാണ്. വലിയ ധാർമ്മികത അവകാശപ്പെടുന്ന ജൻ സ്വരാജ് പാർട്ടി സീറ്റ് നൽകിയ 114 പേരിൽ 50 പേർ വിചാരണ നേരിടുന്നു. ജൻ സ്വരാജ് സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി 5.72 കോടി രൂപയാണ്. 48 BJP സ്ഥാനാർത്ഥികൾ 11 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ളവരാണ്. 23 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് 5 കോടിയിലധികം ആസ്തിയുണ്ട്. 5 CPI സ്ഥാനാർത്ഥികൾക്ക് 4 കോടിക്ക് മുകളിലും 3 CPM സ്ഥാനാർത്ഥികൾക്ക് 1.7 കോടി രൂപ ആസ്തിയും ഉണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നവംബർ 6-നാണ് ബീഹാറിലെ 121 നിയമസഭാ സീറ്റുകളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.